ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്ന് കളത്തിലിറങ്ങും. 1974 ശേഷം ലോകകപ്പിലെത്തുന്ന കോങ്കോയാണ് ആദ്യ മത്സരത്തിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ. റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിൽ വിവിധ ലീഗുകളിൽ ചാമ്പ്യന്മാരായി എത്തുന്ന താരങ്ങളുമായാണ് പോർച്ചുഗൽ ഇത്തവണത്തെ ലോകകപ്പിലെത്തുന്നത്. രാത്രി 10:00 അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് ആവേശ പോരാട്ടം. ലോക ഫുട്ബോളിന്റെ നിലവിലെ ഏറ്റവും കരുത്തനായ നിരയിൽ ഒന്നാണ് പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ സാന്നിധ്യം തന്നെ അവരുടെ ഏറ്റവും വലിയ ഊർജം. യൂറോപ്യൻ യോഗ്യതാ റൗണ്ടിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ച് ആധികാരികമായാണ് പോർച്ചുഗൽ വിശ്വവേദിയിലേക്ക് വണ്ടി കയറിയത്. ഇത്തവണ കപ്പിൽ കുറഞ്ഞതൊന്നും റോബർട്ടോ മാർട്ടിനസിന്റെ കുട്ടികൾ ലക്ഷ്യം വെക്കുന്നില്ല. 41-ാം വയസ്സിലും പോർച്ചുഗൽ പടയെ നയിക്കാൻ ക്രിസ്ത്യാനോ എത്തുമ്പോൾ അതൊരു ചരിത്ര നിമിഷമാവുകയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ 6 ടൂർണമെന്റുകളിൽ ബൂട്ട് കിട്ടുന്ന താരമെന്ന അപൂർവ റെക്കോർഡിലേക്കാണ് റൊണാൾഡോ പന്ത് തട്ടാൻ ഇറങ്ങുന്നത്. അവസാന ലോകകപ്പ് യാത്ര ഒരു ഗംഭീര ജയത്തോടെ തുടങ്ങാനാകും CR7ന്റെ ലക്ഷ്യം. ഏറ്റവും അധികം ഗോൾ നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളപ്പോൾ പോർച്ചുഗൽ ആരെ ഭയക്കണം? അവസാന അംഗത്തിന് ഒരുങ്ങുന്ന നായകൻ ഈ ലോകകപ്പ് തന്റേതാകാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. യാവോ ഫെലിക്സും ഗോൾസാല റാമോസും റാഫേൽ ലിയോയുമെല്ലാം ചേരുമ്പോൾ ഗോളടിക്കാൻ പറങ്കിപ്പടയ്ക്ക് മടിയുണ്ടാകില്ല. മറുഭാഗത്ത് എതിരാളികളായ കോങ്കോയ്ക്ക് ഇത് വെറുമൊരു മത്സരമല്ല, നീണ്ട 52 വർഷത്തെ കാത്തിരിപ്പിന്റെ സാഫല്യമാണ്. 1974-ൽ സയർ എന്ന പേരിൽ ലോകകപ്പ് കളിച്ചതിനു ശേഷം ഇന്ന് വരെ അവർക്ക് യോഗ്യത നേടാനായിരുന്നില്ല. ഫ്രഞ്ച് കോച്ച് സെബാസ്റ്റ്യൻ ഡെസാബ്രയുടെ കീഴിൽ തന്ത്രങ്ങൾ മെനയുന്ന ആഫ്രിക്കൻ പടയെ അത്ര എളുപ്പം തള്ളിക്കളയാനാവില്ല. ആഫ്രിക്കൻ കപ്പിൽ സെമി ഫൈനൽ വരെ എത്തിയ കോങ്കോ മികച്ച കൗണ്ടർ അറ്റാക്കുകളിലൂടെ വമ്പന്മാരെ ഞെട്ടിക്കാൻ പോന്നവരാണ്. പ്രവചനങ്ങളിൽ പോർച്ചുഗലിന് വലിയ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ആദ്യ മത്സരത്തിലെ ആഫ്രിക്കൻ വീര്യം മറികടക്കുക മാർട്ടിനസിനും സംഘത്തിനും അത്ര എളുപ്പമല്ല. ഹ്യൂസ്റ്റണിലെ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി പകരുന്നത് തീപാറുന്ന പോരാട്ടമായിരിക്കും. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.